പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ അൽഫോൻസാമയെക്കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? 1910 ഓഗസ്റ്റ് 19 കോട്ടയത്തെ കുടമാളൂരിൽ ജനിച്ച് കടുത്തുരുത്തിക്കടുത്തുള്ള മുട്ടിച്ചിറയിൽ വളർന്ന് പാലായ്ക്കടുത്തുള്ള ഭരണങ്ങാനത്ത് സന്യാസിനിയായി തീർന്ന അൽഫോൻസാമയുടെ ജീവിതം അത്യന്തം ഹൃദയസ്പർശിയാണ്. രോഗപീഠകളാൽ വലയുമ്പോഴും മറ്റുള്ളവരുടെ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ആ ജീവിതം സമർപ്പിച്ചു. 2008 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അതോടെ അൽഫോൻസാമ ലോകമെങ്ങും അറിയപ്പെട്ടു. അൽഫോൻസാമ സഞ്ചരിച്ച വഴിയിലൂടെ ഒരു ചെറിയ തീർത്ഥാടനമാണ് ഇന്നത്തെ ലോകം. അൽഫോൻസാമയുടെ ജന്മഗൃഹമാണിത്. അൽഫോൻസാമ 8 വയസ്സ് വരെ ഇവിടെ ജീവിച്ചേക്കുന്നത്. അൽഫോൻസാമയുടെ 3ാം ക്ലാസ് വരെയുള്ള പഠനം ഇവിടെ അടുത്ത് തൊണ്ണംകുഴി എന്ന സ്കൂളിലാണ്. അപ്പോൾ അൽഫോൻസാമ ഇവിടെ കുറച്ച് നാൾ ജീവിച്ചിട്ടുള്ളെങ്കിലും അൽഫോൻസാമയുടെ സാന്നിധ്യം ഇവിടെ വളരെയേറെ ഉണ്ട്. അൽഫോൻസാമയുടെ പിതാവ് കടന്ന മുറിയാണ് ആദ്യത്തെ മുറി. അതിനുശേഷം അകത്തോട്ട് കയറിയ അൽഫോൻസാമ ജനിച്ച കട്ടിലുണ്ട്. പിന്നെ എപ്പോഴും തന്നെ അൽഫോൻസാമയോട് നമ്മൾ എന്ത് മധ്യസ്ഥതയിലൂടെ യാചിച്ചാലും അൽഫോൻസാമ നമുക്ക് സാധിച്ചു തരും. ഇവിടെ അൽഫോൻസാമയുടെ സാന്നിധ്യമുണ്ട്. പണ്ട് അൽഫോൻസാമ ഇങ്ങനെ ഒരു പനയുടെ ചുവട്ടിലിരുന്ന അൽഫോൻസാമ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ പന ഇന്ന് നമ്മളുടെ സക്രാരിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ആ പനയുടെ ഭാഗത്തായിട്ട് നമ്മൾ സക്രാരിയൊക്കെ അന്നത്തെ അച്ഛൻ അതനുസരിച്ച് അവിടെ സക്രാരിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആര് വന്നാലും നല്ല ഒരു അന്തരീക്ഷവും പ്രാർത്ഥിക്കാനും അവരുടെ സങ്കടങ്ങളൊക്കെ അവതരിപ്പിക്കാനും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷവും ഒരു ദൈവിക സാന്നിധ്യവും ഉണ്ട് ഈ പ്രദേശത്ത്. കുടമാളൂർ പഴുപ്പറമ്പിൽ ജോസഫിൻ്റെയും മുട്ടിച്ചിറ പുതുക്കരി വീട്ടിൽ മറിയത്തിൻ്റെയും 4ാമത്തെ സന്താനമായിരുന്നു അന്നക്കുട്ടി. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അന്ന് ഈ വീടിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അന്നയെ 8 മാസം ഗർഭമായിരുന്നപ്പോൾ മറിയം വീട്ടുവരാന്തയിൽ ഒരു ബന്ധുവിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാമ്പ് കാലിനെ തൊട്ടില്ല എന്ന മട്ടിൽ ഇഴഞ്ഞുപോയി. മറിയം ആകെ പേടിച്ചുപോയി. താമസിയാതെ അന്നയെ പ്രസവിക്കുകയും ചെയ്തു. 29ാം ദിവസം കുഞ്ഞന്നയെ ഭർത്താവിനെ ഏൽപ്പിച്ച് അവർ പരലോകം പോയി. പിന്നെ കുഞ്ഞന്ന വളർന്നത് അമ്മയുടെ ചേച്ചി അന്നമ്മയുടെയും ഭർത്താവിൻ്റെയും വീടായ മുട്ടുചിറയിലെ മുരിക്കൻ ഭവനത്തിലാണ്. അന്നയെ സ്വന്തം പിതാവ് കുടമാളൂരെ ഈ വീട്ടിലേക്ക് ഇടയ്ക്കിടെ കൊണ്ടുവരുമായിരുന്നു. ഇത് അന്നക്കുട്ടിയുടെ കുടമാളൂരെ ഇടവകപ്പള്ളിയാണ്. ചെമ്പകശ്ശേരി രാജാവ് ക്രിസ്ത്യാനികൾക്ക് ആരാധനയ്ക്കായി നിർമ്മിച്ചു നൽകിയതാണ് ഈ ദേവാലയം. ഇവിടെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ഇവിടെ മുത്തിയമ്മ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മുത്തിയമ്മയുടെ ദേവാലയമാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയം. ഒത്തിരി തീർത്ഥാടകർ ദിനം പ്രതി ഇവിടെ എത്താറുണ്ട്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഭൂമിയാണ് കുടമാളൂർ. ഈ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ അൽഫോൻസാമ മാമോദിസ സ്വീകരിച്ചതും അത് കുർബാന സ്വീകരിച്ചതും ശൈലലേപനം ഒക്കെ സ്വീകരിച്ചതുമായിട്ടുള്ള ദേവാലയമാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ മാമോദിസ തൊട്ടി ഈ ദേവാലയത്തില്, ഇത് പഴയ പള്ളിയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. ഈ പഴയ പള്ളിയുടെ വലതുവശത്ത് പ്രത്യേകം പൂജ്യമായിട്ട് വിശുദ്ധ അൽഫോൻസാമയുടെ മാമോദിസ തൊട്ടി അവിടെ സ്ഥാപിച്ച് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിച്ചു കടന്നു പോകുന്ന ഒരു ദേവാലയമാണ്. വർഷങ്ങളായിട്ട് ഒത്തിരി തീർത്ഥാടകർ പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തില് പീഡാനുഭവ വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ കടന്നു വരികയും നീണ്ടു നേർച്ച പോലെയുള്ള നേർച്ചകൾ നടത്തി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു ദേവാലയവുമാണ്.
പ്രത്യേകിച്ച് 9 വിശുദ്ധരുടെ തിരുശേഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഭാരതത്തിന്റെ ആദ്യ ആത്മായ വിശുദ്ധൻ ആയ വിശുദ്ധ ദേവസഹായത്തിന്റെ തിരുശേഷിപ്പ് സ്ഥിതി ചെയ്യുന്ന ദേവാലയം, അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ, സിസ്റ്റർ റാണി മരിയായുടെ, ചാവറയച്ചന്റെ, അൽഫോൻസാമയുടെ, ഏവു ത്രേസ്യാമ്മയുടെ, മറിയം ത്രേസ്യാമ്മയുടെ, അങ്ങനെ വിശുദ്ധരുടെ ഒക്കെ ഒരു നീണ്ട നിര അവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയ തിരുമുറ്റം തീർത്ഥാടകർ അനേകർ വന്നു പോകുന്ന ദിനങ്ങളാണ്. പ്രത്യേകിച്ച് അൽഫോൺസ തീർത്ഥാടനം ഓഗസ്റ്റ് ആദ്യ ആഴ്ച നടത്തുന്ന അൽഫോൺസ തീർത്ഥാടനത്തിൽ രൂപതയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കുഞ്ഞു മിഷണറിമാരും തീർത്ഥാടകരായിട്ടുള്ളവരും ഇവിടെ കടന്നു വരുന്നു. ഈ വർഷം ഏകദേശം 20,000-ൽ പരം തീർത്ഥാടകർ ഇവിടെ വന്ന് കടന്നു പോവുകയുണ്ടായി. അന്നക്കുട്ടി ആർപ്പൂക്കര തൊണ്ണൻകുഴി സ്കൂളിൽ നിന്നും 3ാം ക്ലാസ് പാസ്സായി. പക്ഷേ അസുഖം കാരണം തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. 8ാം വയസ്സിൽ വീണ്ടും മുട്ടുചിറയിൽ പേരമ്മയുടെ മുരിക്കൻ ഭവനത്തിലെത്തി. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് UP സ്കൂളിൽ ചേർന്ന് പഠനം പുനരാരംഭിച്ചു. അവിടെ വെച്ച് എൻ്റെ മുത്തശ്ശൻ KR പരമേശ്വര കൈമൾ അന്നക്കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 1670-ൽ പണിതീർത്തതാണ് മുരിക്കൻ ഭവനം. വാസ്തുശില്പ ഭംഗിയുള്ള തടിയിൽ തീർത്ത ഈ വീട് കേടുപാടുകൾ തീർത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2011-ൽ ക്ലാരസഭ ഈ വീട് ഏറ്റെടുത്ത് അൽഫോൻസ മ്യൂസിയമാക്കി. മ്യൂസിയം കാണുന്നതിന് നിരവധി വിശ്വാസികൾ വരാറുണ്ടെന്ന് മ്യൂസിയം ഇൻചാർജ് സിസ്റ്റർ ജിസ്മി പറഞ്ഞു. അൽഫോൻസാമ്മ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നത് ഈ സ്ഥലത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനേകം മണിക്കൂറുകൾ അവൾ ഇവിടെ മുട്ടുകുത്തി ഇവിടെ കൈകൾ ഊന്നി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയോടും ഏറെ ഭക്തിയുണ്ടായിരുന്ന അൽഫോൻസാമ്മ ഈ രൂപങ്ങളുടെ മുൻപില് ഏറെ ത്യാഗപൂർവം തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധര് ചെയ്തിരുന്നത് പോലെ അവള് മെറ്റലും മറ്റും എടുത്തിട്ട് ഇവിടെ മുട്ടുകുത്തി ആരും അറിയാതെ ഏറെ ത്യാഗത്തോടെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് അനേകം മക്കള് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ സമർപ്പിക്കുകയും ചെയ്ത് ഈ മധ്യസ്ഥത്തില് ഏറെ അനുഗ്രഹങ്ങൾ നേടിപ്പോകുന്നതിനാല് ഒത്തിരി ആളുകള് തീർത്ഥാടനത്തിനായി ഇവിടെ വന്ന് കടന്നു പോവുകയും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ മുറിയാണിത്. ഈ ഭവനത്തിലെ തന്നെ മറ്റൊരു മുറിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ മുറിയില് ഈ പേരപ്പന്റെ ഫോട്ടോയും പേരമ്മയുടെ ഫോട്ടോയും അൽഫോൻസാമ്മ കുട്ടിയായിരുന്നപ്പം വരച്ച ഒരു ഫോട്ടോയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭവനത്തിലെ ഈ മുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാഴ്ച എന്ന് പറയുന്ന അൽഫോൻസാമ്മ സ്വന്തം കൈകൊണ്ട് തയ്ച്ച ഒരു തിരുഹൃദയ രൂപം, പേരപ്പനും കുടുംബത്തിനും സമർപ്പിച്ച ഒരു തിരുഹൃദയ രൂപം ഇന്നും ഇവിടെ, ഇത് അന്ന് അൽഫോൻസാമ്മ കൈകൊണ്ട് തയ്ച്ചതാണിത്. അത് ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ മുറിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഭവനത്തിന്റെ മറ്റൊരു മുറിയിലേക്ക് നമ്മൾ കടന്നു. ഈ മുറിയിലാണ് അൽഫോൻസാമ്മയും പേരനെയും ഉറങ്ങിയിരുന്നു എന്ന് പറയുന്ന റൂമാണിത്. ഈ മുറിയിലെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പല ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്ന അൽഫോൻസാമ്മയുടെ കൈയക്ഷരമുള്ള ഒരു ഫോട്ടോ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അൽഫോൻസാമ്മ തന്നെ അന്നത്തെ ഒരു സിസ്റ്ററിന് കൊടുത്തതായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ജ്ഞാന പുസ്തകത്തിന്റെ കൈയക്ഷരം, അത് ഇവിടെ അൽഫോൻസാമ്മയുടെ സ്വന്തം കൈയക്ഷരം സൂക്ഷിച്ചിരിക്കുന്നു. അൽഫോൻസാമ്മയുടെ വിവിധ ഫോട്ടോകളിൽ നിന്നുള്ള ഒറിജിനൽ ആയിട്ടുള്ള 4 ഫോട്ടോസ് ഒരുമിച്ച് നമ്മളിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ മരണസമയത്ത് എടുത്ത ഫോട്ടോ ഇവിടെയുണ്ട്. പിന്നെ മറ്റു ഫോട്ടോസും സാധനങ്ങളും നമുക്കിവിടെ കാണാം. ഇന്ന് അനേകര് അന്വേഷിച്ചു വരുന്ന ഒരു തൊട്ടിലാണിത്. ഇത് വിശുദ്ധ അൽഫോൻസാമ്മയും ഈ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളും കിടന്നിരുന്ന തൊട്ടിലാണ്. ഈ തൊട്ടിൽ ഇന്ന് അനേകം മക്കൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് അനുഗ്രഹ സ്രോതസ്സായി മാറുകയാണ്.
അപ്പോഴ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും തൊട്ടിൽ നേർച്ച നേരുകയും ചെയ്ത് കുഞ്ഞുങ്ങളില്ലാതെ 8ഉം 10ഉം 12ഉം വർഷങ്ങളായിട്ടും മറ്റും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നന്ദി സൂചകമായി ഈ തൊട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തുകയും അവർ തങ്ങളുടെ നേർച്ച നിറവേറ്റുകയും ചെയ്യുന്നു. അങ്ങനെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഈ തൊട്ടിൽ അൽഫോൻസാമ കിടന്നിരുന്ന ഈ തൊട്ടിൽ അന്വേഷിച്ച് ഇന്ന് ഈ ഭവനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുരിക്കൻ വീട്ടുകാര് അവരുടെ അതിഥികളെ സ്വീകരിക്കുന്ന മുറിയായിട്ട് ഉപയോഗിച്ചിരുന്ന മുറിയാണ് ആ കാലഘട്ടത്തിൽ. ഇന്ന് ഈ ഭവനത്തിൽ കണ്ട പല വസ്തുക്കളും നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്ന ഒരു കട്ടില് അൽഫോൻസാമയും ഈ ഭവനാംഗങ്ങളും ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു കട്ടില് ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കട്ടില് അന്വേഷിച്ചും ആളുകൾ വരാറുണ്ട്. ഈ കട്ടിലിൽ വന്നിരുന്നും ഇതിൻ്റെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചും അനേകം മക്കള് തങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കട്ടില് ഈ മ്യൂസിയത്തിലെ ഒരു ഭാഗത്ത് നമ്മൾ ഈ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അന്ന് ആ വീടിനോട് ചേർന്ന് നമ്മളിത് 2011 കൂടി നമ്മൾ പണിത ഭാഗമാണിത്. ഇത് മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്തപ്പോൾ, കാരണം പിക്ചർ ഗാലറി ആയിട്ട് അൽഫോൻസാമയുടെ ജനനം തുടങ്ങി അൽഫോൻസാമയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ നമ്മൾ പണിത ഭാഗമാണ്. അൽഫോൻസാമയുടെ ജീവിതത്തിലെ ചെറുപ്പകാലം തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ പദപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങൾ. അൽഫോൻസാമ മഠത്തിൽ പോകുന്നു, മഠത്തിൽ പോകാനായിട്ട് എടുത്ത സാഹസ്യ കൃത്യങ്ങളും പിന്നീട് അൽഫോൻസാമ വ്രതവാഗ്ദാനം നടത്തുന്നതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി കൊടുക്കുന്നതും പിന്നെ അൽഫോൻസാമയുടെ മരണവും നാമകരണ നടപടികളും എല്ലാം ഈ പിക്ചറുകളിൽ ചെറുതായിട്ട് ആ ജീവചരിത്രം മുഴുവൻ തന്നെ ഈ പിക്ചർ ഗാലറിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അൽഫോൻസാമ ഈശോയ്ക്ക് എന്നേക്ക് സമർപ്പിച്ച് കന്യകാലയത്തിൽ ജീവിക്കണമെന്ന്, കന്യകയായി ജീവിക്കണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ കുടുംബക്കാര് അവളെ വിവാഹം കഴിച്ച് ഒരു കുടുംബിനിയായി അയക്കണമെന്ന് ആഗ്രഹിക്കുകയും അവളുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സമ്മതത്തിന് പോകാൻ അവൾ നിർബന്ധിതയായപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം അല്പം വൈരൂപ്യം വരുത്താനും അങ്ങനെ സൗന്ദര്യം കുറച്ച് വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ കാണുന്ന ഈ ചാരം അന്ന് ഉമ്മി കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന കാലമായിരുന്നു. നെല്ല് കൊയ്ത് ഉമ്മി കത്തിച്ചിരുന്ന ആ ചാരക്കുഴിയിൽ അവൾ കാല് പൊള്ളിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ വീണു പോവുകയും ഏറെ പൊള്ളി അങ്ങനെ ഈ വിവാഹ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി അവൾ മാറി നിൽക്കാനായിട്ട് അങ്ങനെ അവൾക്ക് സാധ്യമാവുകയും ചെയ്തു. അങ്ങനെ വീരോചിതമായ രീതിയിൽ തന്നെ ഈ കന്യകാ ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് അവൾ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു ഈ വിവാഹാലോചനയിൽ നിന്ന് മാറി നിൽക്കാൻ, കാല് പൊള്ളിച്ച് സ്വയം വൈരൂപ്യം സൃഷ്ടിക്കുക എന്നുള്ളത്. അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന കിണറാണ്. കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് വളരെ പുണ്യമാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നല്ല ദാഹം ഉണ്ടായിരുന്നു. മുട്ടുചെറിയിൽ താമസിക്കുമ്പോൾ അന്നക്കുട്ടിയുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രേരണയായത് മുട്ടുചെറിയിലെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ഈ പുരാതന ദേവാലയമാണ്. ഇവിടെ വെച്ചാണ് അന്നക്കുട്ടി മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്നും സ്ഥൈര്യലേപന കൂദാശ സ്വീകരിച്ചത്. അതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും
വിശുദ്ധ ചാവറയച്ചൻ്റെയും ജീവിത ദർശനങ്ങൾ അൽഫോൻസാമയെ സ്വാധീനിച്ചിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ അനുകരിച്ച് ഒരു കന്യാസ്ത്രീയാകണമെന്ന് അന്നക്കുട്ടി അന്നേ ആഗ്രഹിച്ചിരുന്നു. കാല് പൊള്ളിച്ചതിനെ തുടർന്ന് വിവാഹാലോചനകളൊക്കെ നിർത്തിവെച്ചു. അക്കാലത്ത് ഭരണിങ്ങാനം ക്ലാരമഠത്തിലെ മദർ ഉർസൂലാമ്മ മുട്ടുചിറയിൽ വന്നു. അന്നത്തെ പള്ളി വികാരി മുരിക്കൻ ചാക്കോച്ചൻ അന്നക്കുട്ടിയെ മദറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. തനിക്ക് കന്യാസ്ത്രീയാകണം എന്നുള്ള ആഗ്രഹം അന്നക്കുട്ടി മദറിന് മുന്നിൽ അവതരിപ്പിച്ചു. മദർ അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യാമെന്ന് സമ്മതിച്ചു. അന്നക്കുട്ടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ 1927 പന്തക്കുസ്ത ദിനത്തിൽ അന്നക്കുട്ടി ഭരണങ്ങാനം ക്ലാരമഠത്തിൽ ചേർന്നു. 1928 ഓഗസ്റ്റിൽ ശിരോവസ്ത്രം സ്വീകരിച്ചു. 1930 മെയ് മാസത്തിൽ ഭരണങ്ങാനത്തെ പുരാതന പള്ളിയായ സെന്റ് മേരീസ് ഫെറോന ചർച്ചിൽ വെച്ച് സഭാവസ്ത്രവും സ്വീകരിച്ചു. ക്ലാരമഠത്തിലെ ഈ മുറിയിലായിരുന്നു അൽഫോൻസാമ്മ താമസിച്ചിരുന്നത്. ഏകദേശം 22 വയസ്സ് തൊട്ട് അൽഫോൻസാമ്മ മാനസിക സംഘർഷങ്ങളുടെയും കടുത്ത ശാരീരിക പീഡനങ്ങളുടെയും നടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മുറിയും പരിസരവും വിട്ട് പുറംലോകം കാണാതെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു പിന്നീടുള്ള ജീവിതം. മരുന്നുകൾ കൊണ്ട് രോഗം ഭേദമാകാത്ത അവസ്ഥ. പ്രാർത്ഥന മാത്രമായിരുന്നു ശരണം. അൽഫോൻസാമ്മ ആരോടും പരാതിയും പരിഭവവും പറഞ്ഞില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു, അനുഭവിച്ചു. ഹൃദയനാഥനായ ഈശോയ്ക്ക് മുന്നിൽ ജീവിതം സമർപ്പിച്ചു. സഹനത്തിലൂടെ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി. ഒടുവിൽ രോഗം അതികലശലായി. 1946 ജൂലൈ 28 ആ ജീവിതം അവസാനിച്ചു. ക്ലാരമഠത്തിലെ മുറിയോട് ചേർന്നാണ് അൽഫോൻസാമ്മ മ്യൂസിയം ഉള്ളത്. ഇവിടെ അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന ഉടുപ്പ്, പാത്രങ്ങൾ, പുസ്തകങ്ങൾ, കട്ടിൽ, കസേര എന്നു വേണ്ട എല്ലാത്തരം വസ്തുവകകളും ചില്ലലമാരകളിൽ കണ്ടാൽ എളുപ്പം തിരിച്ചറിയാൻ പാകത്തിലുള്ള കുറിപ്പുകൾ സഹിതം സൂക്ഷിച്ചിട്ടുണ്ട്. ഭരണങ്ങാനത്ത് വരുന്നവർ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഭരണങ്ങാനത്തെ സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിന് സമീപമാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം. അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്ന കബറിടത്തിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. ഭരണങ്ങാനം അതിപുരാതനമായ ഒരു പ്രദേശമാണ്. ഭരണങ്ങാനം പള്ളിയും പാലാരൂപതയിൽപ്പെടുന്ന ഫെറോന ദേവാലയമാണ്. ഭരണങ്ങാനത്തിൻ്റെ പ്രശസ്തി ഇന്ന് ലോകത്തെമ്പാടും എത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം ഭരണങ്ങാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ്. 1916 കുടമാളൂർ ജനിച്ച് പിന്നീട് കുട്ടികളെ മുട്ടിച്ചിറയിൽ വളർന്ന് ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസഭയിൽ ചേർന്ന് സന്യാസിനിയായ അൽഫോൻസാമ്മ രോഗബാധിതയാവുകയും 10 വർഷത്തോളം കഠിന രോഗത്താൽ
രോഗം ബാധിച്ച് കിടപ്പിലാകുകയും ചെയ്തു. ഈ കാലഘട്ടം അത്രയും കഠിന രോഗിയായിരുന്നിട്ടും അവർ ആ സഹനങ്ങളെയൊക്കെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചവളാണ്. സഹനത്തിൻ്റെ പുത്രി എന്ന അപരനാമമാണ് വിശുദ്ധ അൽഫോൻസാമയ്ക്കുള്ളത്. സഹനം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് രോഗങ്ങളും സഹനങ്ങളും പീഡകളും എന്ന് ഉറച്ച് വിശ്വസിക്കുകയും സഹനങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് ജീവിച്ച വിശുദ്ധയാണ് അൽഫോൻസാമ. 1946 ജൂലൈ 28 അൽഫോൻസാമ മരണമടഞ്ഞു. അൽഫോൻസാമയെ അടക്കിയിരിക്കുന്നത് ഭരണങ്ങാനം ഫൊറോന പള്ളിയുടെ സെമിത്തേരിയിലാണ്. ഇന്ന് ആ സെമിത്തേരി സ്ഥലം പുണ്യസ്ഥലമാണ്. സെൻറ്റ് അൽഫോൻസ ഷ്രൈൻ ആൻഡ് പിൽഗ്രിം സെൻറ്റർ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന തിരുനാൾ ജൂലൈ മാസം 28 ഓരോ ദിവസവും അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ ആയിരങ്ങൾ വന്നു ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ധാരാളം അനുഗ്രഹങ്ങൾ അൽഫോൻസാമയുടെ മാധ്യസ്ഥം വഴി ഈ വരുന്നവർക്കെല്ലാം ലഭിക്കുന്നത് കൊണ്ടാണ് ധാരാളം പേര് കബറിടത്തിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് അൽഫോൻസാമയുടെ മാധ്യസഹായം തേടുന്നത്. ഈ ഷ്രൈൻ ദേവാലയത്തിൽ 7ഓളം വൈദികർ സ്ഥിരമായി താമസമുണ്ട്. വിശുദ്ധ കുർബാനകൾ 2 മണിക്കൂർ ഇടപെട്ട് ഇവിടെ അർപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ പാപസങ്കീർത്തനത്തിനുള്ള അവസരം കുമ്പസാരമെന്ന കുദാശ രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ പരികർമ്മം ചെയ്യുന്നു. കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇവിടെ നടത്തപ്പെടുന്നു. അങ്ങനെ ഒരു അഭയ കേന്ദ്രമായിട്ട് ഈ ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമയുടെ കബറിട ദേവാലയം കുടികൊള്ളുകയാണ്. ഇവിടെ വരുന്നവരെല്ലാം കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് ആണ് പോകുന്നത്. ലോകമെമ്പാടും വിശുദ്ധ അൽഫോൻസാമയുടെ നാമധാരികളായ വ്യക്തികളുണ്ട്. കൂടാതെ ഇടവക ദേവാലയങ്ങൾ, ചില രൂപതകൾ തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലാണ് അറിയപ്പെടുക. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ പൂമഴ സമൃദ്ധമായിട്ട് ചൊരിയുന്നു. അതിനാൽ വിശുദ്ധയുടെ മാധ്യസ്ഥം നമ്മൾ തേടുകയാണ് നിരന്തരമായി. സഹനത്തെ എങ്ങനെ നോക്കിക്കാണണമെന്നും സഹനം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടും വിശുദ്ധ അൽഫോൻസാമ നമുക്ക് നൽകുന്നു. (1953) ദേവദാസി, 1984 ധന്യ,
1986 വാഴ്ത്തപ്പെട്ടവൾ എന്നിങ്ങനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് തിരുസഭ അൽഫോൻസാമയുടെ വിശുദ്ധിയെ അംഗീകരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ, അതായത് 2008 പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ മഹത്കർമ്മം ടെലിവിഷനിലൂടെ ലോകം തത്സമയം കണ്ടു. ഞാനും അതോർക്കുന്നു. അതേ വർഷം തന്നെ ഭാരത സർക്കാർ വിശുദ്ധ അൽഫോൻസാമയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 2009 നാണയങ്ങളും പുറത്തിറക്കി. ഗുരുനാഥനായിരുന്ന റോമുളൂസ് അച്ഛൻ അൽഫോൻസാമയെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സാധാരണ കന്യാസ്ത്രീ ആയിരുന്നു അവൾ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതം. ആ ചിരി കാണുന്നവർക്ക് അവൾ ഒരു രോഗിണിയാണെന്ന് തോന്നുകയേയില്ല. വേദനകളെല്ലാം ഉള്ളിലൊതുക്കി ചിരിക്കുകയായിരുന്നു. അതെ, കൈപ്പേറിയ സ്വന്തം ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാനും സ്വീകരിക്കുവാനും കാണിച്ച ആ മനസ്സ്, ആ ജീവിതം സഹജീവികൾക്ക് എന്നും എപ്പോഴും പ്രചോദനമാണ്. പ്രൊഫസർ മാത്യു ഉലകന്തറ സിസ്റ്റർ അൽഫോൻസാമയെക്കുറിച്ച് എഴുതിയത് ഞാൻ ഒരിക്കൽ വായിച്ചു. കീർത്തിക്ക് വേണ്ടി പരക്കം പായുന്ന മനുഷ്യരുടെ ഇടയിൽ ആരും അറിയാത്തവളായി, ഏറിയ പങ്കും ശയ്യാവലംബിയായി ജീവിച്ചു മരിച്ച ശേഷം ഇത്ര വലിയ മഹത്വവും കീർത്തിയും ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സമ്പാദിച്ചത് തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം. അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ വ്ളോഗ് ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.